ഈ നീൽഗായ് എന്ന് പറയുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ആന്റിലോപ്പാണ്. ഈ ആന്റിലോപ്പ് എന്ന വാക്ക് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ജീവികളെ കണ്ടാൽ മാനുകളെ പോലെയാണല്ലോ ഇരിക്കുന്നത്. എന്നാൽ ഇവർ മാനിൻ്റെ വിഭാഗത്തിൽപ്പെടുന്നവയല്ല. ഞാൻ ആന്റിലോപ്സും മാനുകളും തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ വ്യത്യാസം പറയുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാകും. നമ്മുടെ നാട്ടിലുള്ള പുള്ളിമാൻ, മ്ലാവ്, കേഴമാൻ എന്നിങ്ങനെ കുറേ മാൻ വർഗ്ഗങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കൊമ്പുകളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മ്ലാവിനും പുള്ളിമാനും ഒക്കെ നല്ല വലുപ്പമുള്ള കൊമ്പുകളുണ്ട്. ആൺമാനുകൾക്കാണ് കൊമ്പുകളുള്ളത്, പെൺമാനുകൾക്ക് കൊമ്പുകളില്ല. അപ്പോൾ ഈ ആൺമാനുകൾ ഈ കൊമ്പുകൾ ഉപയോഗിക്കുന്നത് മറ്റ് ആൺമാനുകളുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഫിമെയിലിനെയൊക്കെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കൊമ്പുകൾ ഉപയോഗിക്കുന്നത്. ഈ കൊമ്പുകൾക്ക് ആന്റ്ലേഴ്സ് എന്നാണ് പറയുന്നത്. ഈ ആന്റ്ലേഴ്സ് എന്ന് പറയാൻ കാര്യം ഇവർ എല്ലാ വർഷവും അവർ ഈ കൊമ്പുകൾ പൊഴിച്ച് കളയാറുണ്ട്. ബ്രീഡിങ് കഴിയുന്ന സമയത്ത്, പ്രജനനം കഴിയുന്ന സമയത്ത് ഇവരിത് പൊഴിച്ച് കളയാറുണ്ട്. ഒരുപക്ഷെ ഇത് നല്ല ഹെവി ആയിട്ടുള്ള സാധനം, നല്ല ഹെവിയാണിത്. അപ്പോൾ ഈ ഇത്രയും ഭാരമുള്ള സാധനം തലയിൽ വെച്ചിട്ട് നടക്കാൻ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപക്ഷെ ഇവർ ഈ എല്ലാ വർഷം പ്രജനനം കഴിയുമ്പോഴത്തേക്കും ഇവർ പൊഴിച്ച് കളയും, പിന്നീട് അത് തിരിച്ച് വളർന്നു വരികയാണ് ചെയ്യുന്നത്. അപ്പം ഈ മാനുകളുടെ ഒരു പ്രത്യേകതയാണ് ഈ ആന്റ്ലേഴ്സ്. അതേസമയം ഈ ആന്റിലോപ്സിന് പെർമനൻ്റ് ആയിട്ടുള്ള ഹോൺ ആണുള്ളത്. ഹോൺ എന്നാണ് അത് പറയുന്നത്. അതിന് ആന്റ്ലേഴ്സ് എന്ന് പറയാറില്ല, ഹോണാണ്. പെർമനൻ്റ് ആയിട്ടാണ് ഈ ഹോൺ ഉള്ളത്. ഇത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ പെർമനൻ്റ് ആയിട്ടിരിക്കും. നമുക്കറിയാമല്ലോ, പശുവിൻ്റെ കൊമ്പുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഇരിക്കും, അത് ഒരിക്കലും പൊഴിഞ്ഞു പോകാറില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് ഈ ആന്റിലോപ്സിനുള്ളത്. ഇതിന് ഹോൺസ് എന്നാണ് പറയുന്നത്. അപ്പം ഈ മാനുകളും ഈ ആന്റിലോപ്സും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഇവരുടെ കൊമ്പിലാണ് മെയിനായിട്ടുള്ള ഡിഫറൻസ്. അതുപോലെ തന്നെ ആന്റിലോപ്സ് എന്ന് പറയുന്നത് ബോവിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മുടെ പശുവൊക്കെ ഉൾപ്പെടുന്ന ബോവിഡേ ഫാമിലിയിലാണ് ഈ ആന്റിലോപ്സിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ മാനുകളെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് സെർവിഡേ എന്ന് പറഞ്ഞൊരു ഫാമിലിയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇവർ രണ്ടും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഫാമിലിയിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്.